ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഒരു ടേബിളിനുള്ളിൽ നമുക്ക് ഡയഗണൽ ലൈൻ ആവശ്യമാണെങ്കിൽ അത് എങ്ങനെയാണ് വരക്കുന്നത് എന്നാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ ആഡ് ചെയ്യുന്നു. ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടേബിൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ളിലായിട്ട് ഡയഗണലായിട്ട് ലൈൻ വേണം. നമുക്ക് എങ്ങനെ അത് വരക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഹോം ടാബിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പാരഗ്രാഫ് കാണാൻ പറ്റും. അതിൽ ഇവിടെ ഇതുപോലെ ബോർഡേഴ്സ് കാണാൻ പറ്റും. ഈ ബോർഡേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതാ നിങ്ങൾക്ക് ഇതുപോലെ അതിൽ വന്നതിന് ശേഷം ഡയഗണൽ ഡൗൺ ബോർഡർ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് കോളത്തിൽ കൂടെ ഒന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കീബോർഡിൽ യു അടിച്ചാലും അത് വരുന്നതായിരിക്കും. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം, അതായത് ആ കോളത്തിൽ വന്നതിന് ശേഷം യു അടിക്കണം. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാ ഇതുപോലെ വരുന്നു. അതിനുശേഷം W അടിച്ചാൽ ഇതുപോലെയും യു അടിച്ചാൽ ഇതുപോലെയും വരും. ഞാൻ ഇവിടെ വരക്കുന്നില്ല, W ജസ്റ്റ് അടിക്കുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, ഹോം ടാബിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈൻ ടാബിൽ വന്നതിന് ശേഷം ഇവിടെയും നിങ്ങൾക്ക് സെയിം ഓപ്ഷൻ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ വന്ന് യു അടിക്കുന്നു. ഇതിൽ വന്നിട്ട് W അടിക്കുന്നു. ഇതുപോലെ വരക്കാനും പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.